രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ നിരവധി സവിശേഷതകൾ സ്വന്തമായ നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വയം സേവകനായി പൊതുരംഗത്ത് തുടങ്ങിയ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് 23 വയസ്സ് പിന്നിട്ടിരിക്കുകയാണ്. 2001 ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായാണ് നരേന്ദ്രമോദി രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കമിട്ടത്. മറ്റൊരു ജനപ്രാതിനിധ്യ പദവിയും വഹിക്കാതിരുന്ന നരേന്ദ്രമോദി അന്ന് BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അന്ന് കേശുഭായ് പട്ടേലായിരുന്നു ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി. പട്ടേലിന്റെ അനാരോഗ്യവും സമീപകാലത്തുണ്ടായ തെരഞ്ഞെടുപ്പ് തിരിച്ചടികളും കാരണം പുതിയൊരു നേതാവിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് നരേന്ദ്രമോദിയിൽ BJP നേതൃത്വത്തെ എത്തിച്ചത്. ഗുജറാത്തിൽ സ്വയം സേവകനായി തുടക്കമിട്ട നരേന്ദ്രമോദി പടിപടിയായി ഉയർന്നാണ് BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പദത്തിലെത്തിയത്. ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം വിജയിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തന ചരിത്രമായിരുന്നു ഈ നേട്ടത്തിന് പിന്നിൽ. ലാൽകൃഷ്ണ അഡ്വാനി നയിച്ച രാം രഥയാത്ര, മുരളി മനോഹർ ജോഷി നയിച്ച ഏകതാ യാത്ര എന്നിവയുടെ വിജയശില്പികളിൽ ഒരാളായിരുന്നു മോദി. 2001 കേശുഭായ് പട്ടേലിനെ മാറ്റി നരേന്ദ്രമോദിയെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചു. 2001 ഒക്ടോബർ 7 സത്യപ്രതിജ്ഞ. 2002 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് മോദിയെ തൊട്ടു മുൻപ് മുഖ്യമന്ത്രിയാക്കിയത്. MLA അല്ലാതെ മുഖ്യമന്ത്രിയായ മോദിക്ക് നിയമസഭാ അംഗമാകേണ്ടിയിരുന്നു. 2002 രാജ്കോട്ട് നിയമസഭാ മണ്ഡലത്തിൽ ജയിച്ചാണ് മോദി നിയമസഭയിലെത്തിയത്. ഇക്കാലത്താണ് ഗുജറാത്തിൽ കലാപമുണ്ടായത്. മോദിയുടെ രാജിക്കായി മുറവിളി ഉയർന്നെങ്കിലും പാർട്ടി അനുവദിച്ചില്ല. മോദി തന്നെ മുഖ്യമന്ത്രിയായി തുടർന്നാൽ മതിയെന്നായിരുന്നു തീരുമാനം. അത് ശരിയായിരുന്നു എന്ന് കാലം തെളിയിച്ചു. 2002 ഡിസംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഗുജറാത്തിൽ ഗംഭീര ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തി. ഗുജറാത്തിന്റെ സാമ്പത്തിക വളർച്ചയിലേക്കുള്ള പാത തുറന്നത് അക്കാലത്താണ്. നിരവധിയായ വികസന പദ്ധതികൾ നടപ്പിലാക്കി. നിരവധി നിക്ഷേപം ഗുജറാത്തിലേക്ക് എത്തിക്കാനായി. ഗുജറാത്തിന്റെ സുവർണകാലമായി മാറി അത്. 2007 എത്തിയപ്പോഴേക്ക് നരേന്ദ്രമോദി ഗുജറാത്തിന്റെ അനിഷേധ്യ നേതാവായി മാറി. ഗുജറാത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിലിരുന്ന നേതാവെന്ന ഖ്യാതിയും ഇതിനിടയിൽ മോദി സ്വന്തമാക്കി. 2012 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗുജറാത്തിൽ BJPക്ക് ചരിത്ര ജയം സമ്മാനിച്ച് മോദി മുഖ്യമന്ത്രി കസേരയിൽ തുടർന്നു. 2014 ആയപ്പോഴേക്ക് മോദിക്ക് BJP നേതൃത്വം പുതിയ ഉത്തരവാദിത്തങ്ങൾ കണ്ടുവച്ചിരുന്നു. പൊതു തെരഞ്ഞെടുപ്പായപ്പോഴേക്കും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിക്കാൻ മറ്റൊരു നേതാവുണ്ടായിരുന്നില്ല. നരേന്ദ്രമോദി ഇന്ത്യയെ നയിക്കുമെന്ന BJPയുടെ പ്രചാരണം മറ്റൊരു ചരിത്രം കുറിച്ചു. ഇന്ത്യയിലെ കോൺഗ്രസ് ഭരണം അവസാനിപ്പിച്ച് നരേന്ദ്രമോദിയുടെ ഭരണത്തിന് തുടക്കമായി. 1984 ശേഷം രാജ്യത്തൊരു പാർട്ടി കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടി അധികാരത്തിലെത്തിയത് 2014 BJP ആയിരുന്നു. വഡോദര, വാരാണസി സീറ്റുകളിലാണ് മോദി മത്സരിച്ചത്. രണ്ടിടത്തും ജയിച്ചു. പിന്നീട് വാരാണസി മാത്രം നിലനിർത്തുകയായിരുന്നു. 2019 വീണ്ടും വാരാണസിയിൽ അംഗം കുറിച്ച മോദി 4.25 ലക്ഷം വോട്ടുകളിലൂടെ ചരിത്ര ഭൂരിപക്ഷത്തിന് വീണ്ടും ജയിച്ചു. പ്രധാനമന്ത്രി പദത്തിൽ രണ്ടാം ഊഴം. 2024 പൊതു തെരഞ്ഞെടുപ്പിലും ഇന്ത്യക്ക് തെരഞ്ഞെടുക്കാൻ മറ്റൊരു നേതാവില്ലായിരുന്നു. വാരാണസിയിൽ തന്നെ അംഗം കുറിച്ച മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ മൂന്നാം ഊഴം. ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിപുലമാക്കിയും ഇന്ത്യയിലും സമസ്ത പ്രദേശങ്ങളിലും ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിയുമായിരുന്നു മോദിയുടെ രണ്ടാം ഊഴം. ഇപ്പോൾ 23 വർഷം പിന്നിടുന്നു. ഇന്ത്യയുടെ അമൃതകാലത്തിന്റെ നായകന്റെ രാഷ്ട്രീയ ജീവിതത്തിന്. രാഷ്ട്രീയത്തിന്റെ യശസ്സുയർത്തി ലോകത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്ന ജൈത്രയാത്രയ്ക്ക് അനിഷേധ്യമായ കരുത്തു പകരുകയാണ് അദ്ദേഹം.